JEE മെയിൻ ഫേസ് 1 2026 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കിയാലോ. ഹിയർ വി ഗോ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ കാർബോകാറ്റയോൺ ആസ് 9 ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷൻസ് ആർ പോസിബിൾ. സ്റ്റേറ്റ്മെന്റ് 2 CS3 അതായത് മീഥൈൽ കാർബോകാറ്റയോൺ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ ആസ് ഓൺലി 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇന്ററാക്ഷൻസ് ആർ പോസിബിൾ ഇൻ CS3+ അല്ലെങ്കിൽ മീഥൈൽ കാർബോകാറ്റയോൺ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. NCERT പ്രകാരം പറയുകയാണെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ആദ്യത്തെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം. സ്റ്റെബിലിറ്റി കമ്പാരിസൺ ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. നമുക്ക് 2 മോളിക്യൂളുകളെയും 2 കാർബോകാറ്റയോണുകളെയും നമുക്ക് എഴുതാം. ഒന്ന് ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ, ഇതാണ് നമ്മുടെ ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ. രണ്ടാമത്തത് മീഥൈൽ കാർബോകാറ്റയോൺ. ശ്രദ്ധിക്കുക, ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിളാണ്. എന്തുകൊണ്ടാണ് നോക്കിയേ, ഇതെല്ലാം ആൽഫ കാർബൺസും അവിടെയുള്ള ആൽഫ ഹൈഡ്രജൻസുമാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതെല്ലാം ആൽഫ ഹൈഡ്രജൻസ് ആണ്. വി ഹാവ് 9 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതേസമയം ഈ കാർബണിന് ഒരു ആൽഫ കാർബൺ ഇല്ല. സോ നോ ആൽഫ കാർബൺ, അപ്പം നോ ആൽഫ ഹൈഡ്രജൻ, ഇവിടെ നോ ഹൈപ്പർ കോൺജുഗേഷനും ഇല്ല. നോക്കിയേ, ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റി വൈസ് ഇയാൾ കൂടുതൽ സ്റ്റേബിൾ ആണ്. കറക്റ്റ്. എന്തുകൊണ്ടാണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്? ഡ്യൂ ടു 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ടെർഷറി ബ്യൂട്ടൈൽ. യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കുകയാണെങ്കിൽ മീഥൈൽ കാർബോകാറ്റയോൺ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ടെർഷറി ബ്യൂട്ടൈൽ. യെസ്, മീഥൈൽ കാർബോകാറ്റയോൺ ലെസ് സ്റ്റേബിൾ ആണ്. ആസ് ഓൺലി 3 ഹൈപ്പർ കോൺജുഗേഷൻസ് ആർ പോസിബിൾ ഇൻ CS3+. അല്ല, CS3+ൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല, കാരണം ആൽഫ കാർബൺ തന്നെ ഇല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ 1 ഈസ് ട്രൂ, 2 ഈസ് ഫോൾസ്. ഏതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക? വിച്ച് വൺ വിൽ ബി ദ റൈറ്റ് ആൻസർ ഹിയർ? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1 ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരിക.